സിനാവധീത് അസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയപ്പെട്ടവരെ, ആകാശത്തിലും ഭൂമിയിലും താരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ലക്ഷ്മിയെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന വേദിയിൽ സന്യാസിയുടെ പങ്ക് വളരെ കുറവാണ്. സാധാരണ ഇത്തരം പരിപാടിയിൽ ഞാൻ പോകാറില്ല. പക്ഷേ വളരെ ഉത്സാഹത്തോടു കൂടി ആശ്രമത്തിൽ വരികയും ഹൃദയം തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ യുവത്വത്തിൻ്റെ സംരക്ഷണത്തിലേക്കുള്ള ആവേശം മാത്രമാണ് ഈ വേദി പങ്കിടാൻ എന്നെ പ്രേരിപ്പിച്ചത്. 30 ലക്ഷം മലയാളികളുള്ള ബോംബെയിൽ വളരെ ഉത്സാഹത്തോടുകൂടി ഞാൻ ഉല്ലാസനഗരിൽ നിന്നാണ് ബിസിനസ്സിലേക്ക് കാൽ വെച്ചത്, പിച്ച വെച്ച് നടന്നത് എന്ന് പറയുമ്പോൾ ആ മനസ്സിന്റെ കരുത്തിന് ശക്തി കൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിന് നന്മ നേരുന്ന ഒരു ചുമതലയാണ്. ഔദ്യോഗികമായി ഇതിന്റെ ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയാണ് എന്റെ ചുമതല. ഇവിടെ കൊച്ചുകുട്ടികൾ നൃത്തം വെച്ചത്, താളലയത്തോടുകൂടി പല വിധത്തിലുള്ള കലാപരിപാടികൾ അവതരിച്ചത്, ഇനി കാണാൻ കൊതിയോടുകൂടി കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കല്ലുകടിയായിട്ട് മാറാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്നാലും ഒരു സന്യാസി എന്തിന് ഈ വേദിയിൽ, ഇപ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരാളാണ് സന്യാസിയായിട്ടുള്ളത്. ഈ പൊന്ന് പങ്കുവയ്ക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് ചിന്തിക്കേണ്ട ആവശ്യം തോന്നിപ്പോയി. എന്നാൽ അങ്ങനെയല്ല. നൃത്തവും സംഗീതവും സാഹിത്യവും എല്ലാം തന്നെ ഇവിടുത്തെ ഗുഹാമുഖങ്ങളിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ച ആധ്യാത്മിക ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് പുറത്തു വന്നതാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് തന്നെ, if you are sitting inside the cave and meditating, the rock will burst into pieces, your idea will thunder throughout the world എന്ന് പറയുന്നത് ഗുഹാമുഖങ്ങളിൽ ഇരുന്നു കൊണ്ട് നക്ഷത്രത്തിനെ ചുംബിക്കുവാനുള്ള അമ്പരചുംബികളായ അതിശയങ്ങളായ ക്ഷേത്രങ്ങൾ പണിതുയർത്തിയത്, വാസ്തുശില്പം ഇന്ന് ലോകത്തിലുള്ള എഞ്ചിനീയറിംഗിന് പോലും അത്ഭുതം സൃഷ്ടിച്ച ഒരവസ്ഥ, ശബ്ദബ്രഹ്മം എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ലോകത്തെമ്പാടുമുള്ളവരെ വസുധയേവ കുടുംബകം, ലോകം ഒരു കുടുംബമാണ് എന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞ ഒരു ഭാരതീയ സംസ്കാരം. ആ സംസ്കാരം പങ്കുവയ്ക്കുന്നിടത്ത് ഒന്ന് എത്തി നോക്കുവാനുള്ള ഒരു ഔത്സുക്യം സന്യാസിമാർക്കുണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നാളെയെപ്പറ്റി പറയണം എങ്കിൽ ഒരു ഇന്നലെ ആവശ്യമാണ്. ഇന്നലെയും നാളെയും നമ്മുടെ കയ്യിലില്ലാത്ത വസ്തുക്കളാകുമ്പോൾ ഇന്ന് വളരെ കർക്കശമായിട്ട് നാം കൈകാര്യം ചെയ്തിരിക്കുന്നു. ഡെഡ് യെസ്റ്റർഡേ ആൻഡ് അൺബോൺ ടുമോറോ, ടുഡേ ബി സ്വീറ്റ്. ഇന്ന് സുഖമെങ്കിൽ നാളെയെ ഓർത്ത് എന്തിന് ദുഃഖിക്കണം? ഇന്ന് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. നല്ല ഇന്നിന് മാത്രമേ നാളെയെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതിന് ലക്ഷ്മിയുടെ സ്നേഹവും അതിന്റെ പ്രസരിപ്പും നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകണം. കെട്ടുതാലി മുതൽ വളരെ വലിയ ആർഭാടമല്ലെങ്കിലും ഒരല്പം സ്വർണം വീട്ടിലിരിക്കുന്നത് എല്ലാ പെൺകുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ തന്നെ ഒരു സന്തോഷമാണ്. സന്തോഷം വാങ്ങാൻ കിട്ടില്ല. കോൾഗേറ്റിനെ പോലെ കോൾഗേറ്റ് അതിന്റെ കവറിനെ ദൂരെ വെച്ചിട്ട്, ആ ട്യൂബ് ദൂരെ വെച്ചിട്ട്, പേസ്റ്റ് കഴുകി തുപ്പിക്കളഞ്ഞിട്ട് അതിൽ നിന്ന് സ്വീകരിക്കുന്നത് എന്താണ്? ഗ്ലിറ്ററൻസ്. ഗ്ലിറ്ററൻസ് വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുമോ? ഇല്ല. അതുപോലെ അവാച്യമായ അടിസ്ഥാനത്തിൽ ഉറപ്പുള്ള ഒരു സന്തോഷമാണ് അല്പം സ്വർണം വീട്ടിലിരിക്കുന്നത്. അതിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്ന കലാകാരന്മാർക്ക്, ഇവിടുത്തെ വേദിയിലും അല്ലാതെയും ഇരിക്കുന്ന ഇതിന്റെ പ്രവർത്തകർക്ക്, കേരളത്തിന്റെ
വസ്ത്രധാരണത്തോടുകൂടി ഞങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക്, മക്കൾക്ക്, ഇതിനോട് എത്ര കണ്ട് ഉത്സാഹത്തോടുകൂടി ഓടി നടക്കുന്ന എല്ലാവർക്കും ശക്തി ഉണ്ടാകട്ടെ, മാനസികമായ ദാർഢ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനകൾ, വാക്കുകളൊക്കെ തന്നെ ശക്തി സ്വരൂപിണിയായ ആദിപരാശക്തിയുടെ പാതാരവിന്ദങ്ങളിൽ പുഷ്പങ്ങളെപ്പോലെ അർച്ചിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് സീതാറാം.